മാന്യ പ്രേക്ഷകർക്ക് ദൈവവിളി പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് റവറൻഡ് ഡോക്ടർ കുര്യൻ മറ്റത്തിലച്ചനാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ പാലാ രൂപതയുടെ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഡയറക്ടറും പാലായുടെ ഇവാഞ്ചലൈസേഷൻ പ്രോഗ്രാമിൻ്റെ മുൻ സാരഥിയും പാല സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പലുമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ അദ്ദേഹത്തിൻ്റെ ദൈവവിളിയുടെ വഴിത്താരകളെക്കുറിച്ചും പൗരോഹിത്യ ശുശ്രൂഷയുടെ ഘട്ടങ്ങളെക്കുറിച്ചും നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നതാണ്. നമുക്ക് ഏറെ സ്നേഹത്തോടെ അച്ഛൻ്റെ വാക്കുകൾക്കായി കാതോർക്കാം. അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാലാ രൂപതയിൽ കൊഴുവനാൽ ഇടവകയിൽ മറ്റത്തിൽ കുടുംബത്തിൽ ജോൺ അന്നക്കുട്ടി ദമ്പതികളുടെ 7 മക്കളിൽ മൂത്ത പുത്രനായി ജനനം. സമർപ്പിത ദൈവവിളിയോട് അഗാധമായ ആഭിമുഖ്യം വളർത്തിയ കുടുംബാന്തരീക്ഷം. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ദൈവവിളികളുള്ള ഇടവകയെന്ന് പേരുകേട്ട കൊഴുവനാൽ ഇടവകയിലെ അനുകൂല സാഹചര്യങ്ങളും വൈദിക ജീവിതം തിരഞ്ഞെടുക്കുവാൻ കാരണമായി. പഠന കാലയളവിൽ അധ്യാപകരിൽ നിന്നുണ്ടായ അനുഭവങ്ങളും ദൈവവിളി തിരഞ്ഞെടുക്കുന്നതിന് സഹായകമായിരുന്നു. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം പാലാ ഗുഡ് ഷെപ്പേർഡ് മൈനർ സെമിനാരിയിൽ ചേർന്നു. വടവാതൂർ മേജർ സെമിനാരിയിലെ പഠനശേഷം 1972 ഡിസംബർ 18 മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും MA പഠനം പൂർത്തിയാക്കി. തുടർന്ന് 1979 പാലാ സെയിൻറ് തോമസ് കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ചുമതലയേറ്റു. ഇക്കാലത്തു തന്നെ കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കെടുക്കുകയും നവീകരണ മേഖലയോട് വലിയ ആഭിമുഖ്യം രൂപപ്പെടുകയും ചെയ്തു. പിന്നീട് ഫിലിപ്പൈൻസിൽ പോയി PhD പഠനം പൂർത്തിയാക്കി. 1991 മുതൽ 95 വരെ പാലാ സെയിൻറ് തോമസ് കോളേജിൽ അധ്യാപകനും ഹോസ്റ്റൽ വാർഡനുമായി ചുമതലയേറ്റു. കോളേജ് ഹോസ്റ്റലിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിക്കാനായത് ഇക്കാലത്താണ്. 1995 മുതൽ 2001 വരെ കോളേജ് പ്രിൻസിപ്പലായി സേവനം ചെയ്തു. പാലാ സെയിൻറ് തോമസ് കോളേജിൽ കൂടുതൽ ശാന്തമായ പഠനാന്തരീക്ഷം ഒരുക്കാൻ ഇക്കാലത്ത് മറ്റത്തിലച്ചന് സാധിച്ചു. നവീകരണ ധ്യാനങ്ങൾക്ക് ഏറെ പ്രചാരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ കോളേജ് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനധ്യാപകരെയും ധ്യാനത്തിൽ പങ്കെടുപ്പിക്കുവാൻ കുര്യൻ മറ്റത്തിലച്ചൻ മുൻകൈയെടുത്തു. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായി അച്ഛൻ്റെ ദൈവവിളിയുടെ ആദ്യ നാളുകളെക്കുറിച്ചും വൈദിക ശുശ്രൂഷയുടെ അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ അച്ഛൻ ഞങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഇന്ന് മറ്റു ചില കാര്യങ്ങളാണ് ഞങ്ങൾ അച്ഛനോട് ചോദിച്ചറിയാൻ ആഗ്രഹിക്കുന്നത്. അച്ഛന് ഒരിക്കൽ കൂടി സ്വാഗതം. അച്ഛൻ ആധ്യാത്മിക രംഗത്തും അതുപോലെ അക്കാഡമിക് രംഗത്തും ഒരുപോലെ ശ്രദ്ധേയനായൊരു വ്യക്തിയാണ്. അച്ഛൻ്റെ ഉപരിപഠനാർത്ഥം ഡോക്ടറേറ്റ് ഡിഗ്രിക്കായിട്ട് അച്ഛൻ ഫിലിപ്പൈൻസിലാണല്ലോ പോയത്. അവിടെ ചെന്നിട്ടും അച്ഛൻ ഈ ഇവാഞ്ചലൈസേഷൻ പ്രോഗ്രാമുകളുമായിട്ട് കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനവുമായിട്ട് സഹകരിക്കാനായിട്ട് ഉണ്ടായ സാഹചര്യം ഒന്ന് വിവരിക്കാമോ? 1986 ഞാൻ കോളേജിൽ നിന്ന് ലീവ് എടുത്ത് PhD പഠനത്തിനായി ഫിലിപ്പൈൻസിലെ മനിലായിലേക്ക് പോയി. അവിടെയുള്ള സാന്തോ തോമസ് കാത്തലിക് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ചാപ്ലൈൻ കൂടിയായിരുന്നു. മനിലായിലുള്ള യുണൈറ്റഡ് ഡോക്ടേഴ്സ് മെഡിക്കൽ സെൻ്റർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ ചാപ്ലൈനായിരുന്നു. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലെ സ്റ്റാഫിന് വേണ്ടി ഒരു പ്രോഗ്രാം നടത്താനിടയായി. ധ്യാനമാണോ അച്ഛാ? ധ്യാനം, ഒരു ഏകദിന ധ്യാനം. അപ്പം അതിൽ പ്രസംഗിക്കാൻ വന്നൊരു ഡോക്ടറാണ്. ആ ഡോക്ടർ എന്നോട് ഒരു കരിസ്മാറ്റിക് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞു, എലീം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ്. അവിടെ അച്ഛനൊന്ന് വരാൻ എന്നോട് പറഞ്ഞു. ഞാൻ പോയി അതിൽ സംബന്ധിച്ചു. അത് കഴിഞ്ഞ് പിറ്റേന്ന് അതിൻ്റെ ലീഡർ ഒരു വില്ലി നക്കാർ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റാണ്. അതേ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളൊരു ചാപ്ലൈന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനാണ് ഞങ്ങൾക്കുള്ള ചാപ്ലൈൻ എന്ന് ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് അച്ഛൻ ദയവായി ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പഠനവും മറ്റ് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അവരുടെ കൂടെ പോകാൻ തുടങ്ങി. എല്ലാ ആഴ്ചയിലും ഞാൻ പോകുമായിരുന്നു. അത് ഞാനിവിടെ തുടർന്ന കരിസ്മാറ്റിക് ശുശ്രൂഷകൾ അവിടെ ചെന്ന് തുടരാൻ എനിക്ക്
സഹായമായി. അതുപോലെ തന്നെ അവരാണ് എന്നെ റോമിൽ വൈദികരുടെ ഒരു ധ്യാനത്തിന് 1990 സംബന്ധിക്കാനായിട്ട് പറഞ്ഞയച്ചത്. അവരുടെ ചെലവിലാണ്, അവരുടെ നേതൃത്വത്തിലാണ് ഞാൻ അവിടെ പോകാനായിട്ട് ഇടയായത്. അച്ഛന് മാർപ്പാപ്പയെ കാണാനായിട്ടും സാധിച്ചുവോ? തീർച്ചയായിട്ടും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുമായിട്ട് ഓഡിയൻസ് ലഭിക്കാനായിട്ട് കാരണമായി. റോമിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ, ലൂർദിൽ, ലിസ്യുവിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് എനിക്കന്ന് അവസരം ലഭിച്ചു. അപ്പോൾ അച്ഛനെ ഇവിടുത്തെ ശുശ്രൂഷകൾക്കായിട്ട് ദൈവം അവിടെയും ഒരുക്കുകയായിരുന്നെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അതുപോലെ അച്ഛൻ്റെ പഠനത്തെക്കുറിച്ച് ഒരു വാക്ക് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ്റെ PhDയുടെ വിഷയം എന്തായിരുന്നു? ദി കൺസെപ്റ്റ് ഓഫ് സിൻ ഇൻ ദി ഷേക്സ്പിയറിയൻ ട്രാജഡീസ് എന്നുള്ളതായിരുന്നു എൻ്റെ തീസിസിൻ്റെ വിഷയം. അതായത് ഷേക്സ്പിയർ ദുരന്ത നാടകങ്ങളിലെ പാപസങ്കല്പം, അതിനെക്കുറിച്ചാണ് ഞാൻ തീസിസ് എഴുതിയത്. ഷേക്സ്പിയറിൻ്റെ മക്ബത്ത്, കിങ് ലിയർ, ഒഥല്ലോ, ഹാമിലറ്റ് എന്നീ നാടകങ്ങളിലൂടെ പാപത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ബൈബിളിലെ ആശയങ്ങൾ എങ്ങനെ ഉരുത്തിരിയുന്നു എന്നുള്ള ആശയമാണ് ഞാൻ വികസിപ്പിച്ചെടുത്തത്. ഈ പഠനം അച്ഛൻ്റെ അക്കാഡമിക് ആക്ടിവിറ്റീസിൽ മാത്രമല്ല ആത്മീയ വചനപ്രഘോഷണത്തിലും ഇത് ഉപകാരപ്രദമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഈ ഒരു വിഷയം എടുത്തു കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ രൂപപ്പെടും എന്നതിനെക്കുറിച്ച് എനിക്ക് ഗ്രാഹ്യമില്ലായിരുന്നു. പക്ഷേ അത് വികസിപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പാപത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും, പ്രലോഭനം മുതൽ പാപത്തിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കുറ്റബോധം, അസ്വസ്ഥതകൾ, ദുഃഖനിരാശകൾ, ഇങ്ങനെയുള്ള എല്ലാ ഘട്ടങ്ങളിലൂടെയും പോകാനായിട്ട് ഈ ഷേക്സ്പിയറിൻ്റെ 4 നാടകങ്ങളുടെ പഠനം എന്നെ സഹായിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് മക്ബത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഉള്ള ദുർമന്ത്രവാദിനികൾ വരുന്നതും മക്ബത്തിനെ പ്രലോഭിപ്പിക്കുന്നതും ആ പ്രലോഭനങ്ങൾ അദ്ദേഹത്തെ ഒരുതരം മാനസിക സംഘർഷത്തിലെത്തിക്കുന്നതും മനസ്സാക്ഷിക്കുത്തുണ്ടാക്കുന്നതും ഒടുവിൽ മനസ്സാക്ഷിയുടെ ആ സ്വരത്തെ അവഗണിച്ച് അദ്ദേഹം കൊലപാതകം നടത്തുന്നു. അതിനുശേഷം അദ്ദേഹത്തിനുണ്ടാകുന്ന ആത്മസംഘർഷങ്ങൾ, നിരാശകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദുരന്തം, ഇതെല്ലാം നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ മറ്റു നാടകങ്ങളിലും അത് എനിക്ക് പിന്നീട് MA ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ആത്മീയമായ ഒരു കാഴ്ചപ്പാട്, അതുപോലെ തന്നെ ഉൾക്കാഴ്ചകളൊക്കെ കൊടുക്കാനായിട്ട് എൻ്റെ ഈ പഠനം സഹായിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ഇങ്ങനെ ഒരു വിഷയം ഒരിടത്തും എടുത്തിട്ടില്ല, ലോകത്തിൽ ആരും തന്നെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിലുള്ള അധ്യാപകർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കതിന് ഏറ്റവും നല്ല ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് എനിക്ക് ആ പ്രബന്ധത്തിനും പഠനത്തിനും നൽകിയുമുണ്ടായി. അച്ഛൻ ഈ പഠിച്ച കാര്യങ്ങൾ പിൽക്കാലത്ത് എന്തെങ്കിലും ഗ്രന്ഥങ്ങളിൽ എഴുതി വയ്ക്കുമോ? തീർച്ചയായിട്ടും. ഞാൻ ദി അൺവീഡഡ് ഗാർഡൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. അത് ഈ തീസിസിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ രചിച്ച പുസ്തകമാണ്. മറ്റ് ഗ്രന്ഥങ്ങൾ? തീർച്ചയായിട്ടും ഞാൻ വചനാടിസ്ഥാനമായിട്ട് ഒരു 7-8 ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. വചനം തിരുവചനം, വചനപ്രകാശം, തേനും പാലും തുടങ്ങി കുറേ ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ ചിന്താതരംഗങ്ങൾ. ഏറ്റവും അവസാനം ഞാൻ എഴുതിയത് കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ധന്യമീ ജീവിതം എന്നുള്ളൊരു പുസ്തകമാണ് എഴുതിയിരിക്കുന്നത്. അച്ഛൻ സാഹിത്യത്തെയും ആത്മീയതയും ഒരുമിപ്പിച്ച് കൊണ്ടുപോവുകയും ആളുകൾക്ക് ആത്മീയ പാഠങ്ങൾ നൽകുവാനായിട്ട് സാഹിത്യത്തെ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇംഗ്ലീഷും മലയാളവും പഠിച്ച ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് പണ്ട് മുതൽ എഴുതാനുള്ള ഒരു പ്രചോദനം ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യം ഞാൻ ലേഖനം എഴുതിയത് ദീപി ആഴ്ചപ്പതിപ്പിലാണ്. ഞാൻ സെമിനാരി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആശാൻ കവിതയിലെ ആത്മീയത എന്ന് പറഞ്ഞൊരു ലേഖനം ഞാൻ ആദ്യമായിട്ട് ദീപിക പത്രത്തിൽ വാരാന്ത്യ പതിപ്പിൽ എഴുതി ഞാൻ ഓർക്കുകയാണ്. അതേ തുടർന്ന് ഞാൻ ഇടയ്ക്കെല്ലാം സത്യദീപം, ദീപനാളം തുടങ്ങിയ വരികളിലൊക്കെ എഴുതുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ആത്മീയ പിതാവും കൂടിയാണ്. അവിടെ ഞാൻ വാല്യൂ എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ വാല്യൂ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളൊരു പുസ്തക രചനയിലാണ് ഞാനിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ ബുക്ക് രചിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല കാര്യം. അച്ഛനൊരു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ അച്ഛന് ഫിലിപ്പീൻസിലെ പഠനം കഴിഞ്ഞിട്ട് തിരിച്ച് പാലായിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അച്ഛന് ഹോസ്റ്റൽ വാർഡനായിട്ടും കോളേജ് അധ്യാപകനായിട്ടുള്ള ഡബിൾ ഡ്യൂട്ടി എടുക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് അച്ഛന് ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? 91 മുതൽ 1995 വരെയുള്ള കാലഘട്ടത്തിൽ 4 വർഷം ഞാൻ സെൻറ് തോമസ് കോളേജിലെ CR ഹോസ്റ്റലിൻ്റെ വാർഡനായിരുന്നു. വാർഡനായി ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കുട്ടികളുടെ സ്വഭാവ രീതികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മടുപ്പ് തോന്നി. എന്തിനാണ് ഹോസ്റ്റൽ നടത്തുന്നതൊക്കെ ഞാൻ ചിന്തിക്കുകയുണ്ടായി. പക്ഷേ ഞാൻ ക്രമേണ ദൈവം എന്നെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പദ്ധതി കാണും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ
കുട്ടികളുടെ നവീകരണത്തിന് വേണ്ടി പ്രയത്നങ്ങൾ തുടങ്ങി. ഞാൻ ആദ്യമേ ചെയ്തത് ഹോസ്റ്റലിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിച്ചു. അതോടനുബന്ധിച്ച് കുട്ടികളെ കുറേശ്ശെയായിട്ട് ധ്യാനത്തിന് വിടാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒത്തിരി കുട്ടികളെ ഓണത്തിൻ്റെ അവധിക്കും മറ്റ് അവധി കാലഘട്ടങ്ങളിലും ധ്യാനത്തിന് പോകാൻ ഞാൻ പ്രേരിപ്പിച്ചിരുന്നു. മുരിങ്ങൂരാണ് മിക്കവാറും ധ്യാനത്തിന് പോയിരുന്നത്. അങ്ങനെ ധ്യാനം കൂടി ഒരുതരം മാനസാന്തരത്തിലേക്ക് വന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ കടുത്തുരുത്തി CA ആയിരിക്കുന്ന KP തോമസൺ. അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അതിലായിരുന്നാണ്. ഞാൻ എല്ലാ വ്യാഴാഴ്ചയും നിർബന്ധമായിട്ടും കുട്ടികൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പങ്കെടുക്കണം നിർബന്ധം പിടിച്ചിരുന്നു. 5 മണി മുതൽ 6:30 വരെയുള്ള സമയത്ത്. അന്ന് കുട്ടികൾ കളിക്കാൻ പോകാൻ പാടില്ല എന്നായിരുന്നു നിർബന്ധം. പലരും പറഞ്ഞു ഇത് സെമിനാരിയാക്കാൻ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല, നിർബന്ധമായിട്ട് അത് തുടർന്നു. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് കുട്ടികൾക്ക് പിന്നീട് വലിയ പ്രയോജനമുണ്ടായി. പിന്നീട് അവർക്ക് അന്ന് കിട്ടിയ ഉൾക്കാഴ്ചകളും ബോധ്യങ്ങളൊക്കെ ജീവിതത്തിൽ അവരെ വളരെയധികം സഹായിച്ചു എന്ന് എന്നോട് തന്നെ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. ശ്രദ്ധേയമായൊരു കാര്യം, അന്നത്തെ ഒരു ബാച്ചിൽപ്പെട്ട വിദ്യാർത്ഥികൾ 10-40 പേര് ഇന്നും എല്ലാ വർഷവും ഡിസംബർ 27-ന് ഹോസ്റ്റലിൽ വരാറുണ്ട്. അവരോട് വന്ന് പ്രാർത്ഥിക്കും, ഒരുമിച്ച് കൂടും, കൂട്ടായ്മയായിട്ട് ചേരും, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ സമയം കിട്ടിയെങ്കിൽ ഞാനും അവരുടെ കൂടെ പങ്കുചേരാറുണ്ട്. അവർക്ക് ദൈവത്തെ കിട്ടിയ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഒരു ആത്മബന്ധം ഹോസ്റ്റലുമായിട്ട് ഉണ്ടായതിൻ്റെ പേരിലാണ്. അല്ലെങ്കിൽ ആൺകുട്ടികൾ കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് പോയാൽ പിന്നെ അവർ തിരിച്ചു വരില്ല. അപ്പോൾ അങ്ങനെ ഒരു ആത്മീയ ബന്ധം ഉള്ളതിൻ്റെ പേരിലാണ് ഇന്നും അവർ ആ ബന്ധം തുടരുന്നതും അവർ ഹോസ്റ്റലിലേക്ക് വരുന്നതും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനേകം ഗുരുക്കന്മാർ കളരി പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ കോളേജ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ കോഴ്സായിട്ട് നേഴ്സിംഗ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പോലീസ് ട്രെയിനിങ് ആയിട്ട് സബ് ഇൻസ്പെക്ടറിൻ്റെ ട്രെയിനിങ്ങിന് പഠിച്ചു. അതിലൊക്കെ തന്നെയും എൻ്റെ ജീവിതത്തെ ഏറ്റവും മാറ്റിമറിച്ചിട്ടുള്ളത് പാലാ സെൻറ്റ് തോമസ് കോളേജിലെ 3 വർഷത്തെ ബിരുദ പഠനവും അവിടെ എൻ്റെ ഹോസ്റ്റൽ വാർഡനും എൻ്റെ സ്നേഹബഹുമാനപ്പെട്ട അച്ഛനുമായിട്ടുള്ള കുര്യൻ മറ്റത്തിലച്ഛൻ്റെ എന്നോട് മാത്രമല്ല എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ഞാൻ ഹോസ്റ്റലിലായിരുന്നു, ക്രിസ്തുരാജ് ഹോസ്റ്റലിൽ എന്നോടൊപ്പം പഠിച്ചിട്ടുള്ള ഞങ്ങളുടെ ബാച്ചിലെ ഞങ്ങളെ ഓരോ വിദ്യാർത്ഥിയെയും അദ്ദേഹം സ്നേഹിക്കുന്നത്. ഞങ്ങൾക്ക് എന്താണ് കുറവ്, ആ കുറവ് എന്താണെന്ന് മനസ്സിലാക്കി അത് ദൈവകൃപയാണെങ്കിൽ ആ ദൈവകൃപ വളർത്തുവാനും, അതല്ല നേരെ മറിച്ച് പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കുറവാണെന്നുണ്ടെങ്കിൽ അത് ശരിയാക്കുവാനും, കുടുംബത്തോടോ അതല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തോടോ പ്രതിബദ്ധത ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെ വളർത്തുവാനും ഒക്കെ അച്ഛൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഓർക്കുമ്പം ഞങ്ങൾ കുറച്ച്, അതായത് 1-ാം വർഷവും 2-ാം വർഷത്തിൻ്റെ പ്രാരംഭ ഭാഗമൊക്കെ ശരിക്കും ഉഴപ്പുന്ന ഒരു പ്രകൃതമായിരുന്നു ഞങ്ങൾക്കൊക്കെ. അങ്ങനെ ഉഴപ്പുന്ന കൂട്ടത്തിൽ ഞങ്ങൾ 2-3 പേര് ശരിക്കും ഉഴപ്പി വീട്ടിൽ നിന്നും ആളെ കൂട്ടിക്കൊണ്ട് വരണം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഒരു ധ്യാനം കൂടി, ഒരു നവീകരണ ധ്യാനം കൂടി സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ, സഭയ്ക്ക് ചേരുന്ന രീതിയിൽ ജീവിക്കുവാൻ പറഞ്ഞു. ആ ഒരു ധ്യാനം കൂടുകയും അതോടുകൂടി ദൈവകൃപ എന്താണെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയും ജീവിതത്തിൽ പരാജയപ്പെടുകയില്ലെന്ന്. ഞാൻ ഓർക്കുകയാണ് പഴയ നിയമത്തിൽ ജോസഫിൻ്റെ കഥ. പൊട്ടക്കിണറ്റിൽ നിന്നും ജോസഫിനെ ഉയർത്തിക്കൊണ്ടുവന്ന ഈജിപ്തിൻ്റെ അധിപനാക്കിയ ആ കഥ ഒക്കെ അദ്ദേഹം എപ്പോഴും പറയും. താമര
ചെളിയിലാണെന്നുണ്ടെങ്കിലും ആ ചെളിയിൽ നിന്നുകൊണ്ട്, ചെളിയിൽ നിന്നും നന്മയുടെ അംശത്തെ സാംശീകരിച്ചുകൊണ്ട് സുന്ദരമായ താമര പുഷ്പം വിരിയിക്കും എന്നൊക്കെ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. ഇതൊക്കെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ള അനേകം കാര്യങ്ങളാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 9 പേരിൽ ഞാൻ 8ാമത്തെ ആളാണ്. പക്ഷേ ഈ ഗ്രാജുവേഷൻ പഠിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും നമ്മളുടെ കഴിവുകളും പോരായ്മകൾ എന്താണെന്ന് നോക്കിയുള്ള ഇടപെടലുകൾ കൊണ്ട് ഒരു വേദിയിൽ കയറി നിന്ന് 2 വാക്ക് പറയുവാൻ കഴിയാതിരുന്ന് എനിക്കതിന് കഴിഞ്ഞു. അതുപോലെ തന്നെ കായികമായിട്ടുള്ള മേഖലകളിൽ അതിന് പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിഞ്ഞു. വിദ്യാഭ്യാസപരമായിട്ട് നല്ല രീതിയിൽ വിജയിക്കുവാൻ കഴിഞ്ഞു. ഇതൊക്കെ ബഹുമാനപ്പെട്ട അച്ഛനോടും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന പാലാ സെൻറ്റ് തോമസ് കോളേജിനോടുള്ള കടപ്പാടും ഏറ്റവും വലിയ പ്രതിബദ്ധതയുമായിട്ട് എനിക്ക് തോന്നുകയാണ്. കേരള പോലീസിൻ്റെ 25ാമത് ബാച്ചിൽ സബ് ഇൻസ്പെക്ടറായിട്ട് ഒരു പ്രവേശനം ലഭിച്ച് ഞാനതിൻ്റെ പരിശീലനം പൂർത്തിയാക്കി പാലാ പോലീസ് സ്റ്റേഷനിൽ തന്നെ സബ് ഇൻസ്പെക്ടറായിട്ട് എനിക്ക് ചാർജ് എടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഒരു അഭിമാന നിമിഷമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായിട്ടുള്ള, അവിസ്മരണീയമായിട്ടുള്ള, എന്നെ ഞാനാക്കിയിട്ടുള്ള വ്യക്തിത്വം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കുര്യൻ മറ്റത്തിലച്ഛനാണ്. അത് ആ മറ്റത്തിലച്ഛൻ എനിക്ക് നൽകിയത് വിദ്യാഭ്യാസം മാത്രമല്ല, നേരെ മറിച്ച് ദൈവപരിപാലനവും ദൈവകൃപയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തി തീർക്കുന്നത് എത്രത്തോളം ആഴത്തിലാണെന്ന് പഠിപ്പിച്ചു തന്നതാണ് എൻ്റെ ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട ഗുരു, ബഹുമാനപ്പെട്ട മറ്റത്തിലച്ഛനെന്ന് ഞാൻ പറയുകയാണ്. വളരെ നല്ല കാര്യം അച്ഛൻ. അപ്പോൾ അച്ഛന് അതിനുശേഷം ആ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് ചാർജ് എടുത്തല്ലോ. ആ സമയത്ത് അച്ഛന് നേരിടേണ്ടി വന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് പറയാമോ? കോളേജിൽ പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ പ്രിൻസിപ്പലായത്. 1995 മുതൽ. ഞാൻ 2001 റിട്ടയർ ചെയ്തു. അതോടെ പ്രീ ഡിഗ്രിയും പൂർണ്ണമായി ഡീലിംഗ് ചെയ്തു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കോളേജ് ക്യാമ്പസിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒത്തിരി ഉത്കണ്ഠയോടും അതുപോലെ തന്നെ അസ്വസ്ഥതകളോടും കൂടിയാണ് പ്രിൻസിപ്പൽ എന്നുള്ള ചാർജ് എടുത്തത്. പക്ഷേ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കോളേജിലൊരു നവീകരണം വരുത്തണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ ഇറങ്ങിപ്പുറപ്പെട്ടു. എനിക്ക് എന്തുമാത്രം കുട്ടികൾക്ക് ദൈവത്തെ കൊടുക്കാൻ സാധിക്കുമോ അതിനുള്ള എല്ലാ അവസരങ്ങളും ഞാൻ ഉപയോഗിച്ചു. ബാച്ചുകൾ മാറി മാറി ഞാൻ ധ്യാനങ്ങൾ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ ജീസസ് യൂത്തിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കി. കോളേജിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ സമരമോ ഒക്കെ വരികയാണെങ്കിൽ കോളേജിലെ ജീസസ് യൂത്ത് ഗ്രൂപ്പ്, അധ്യാപകരും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് വൈകിട്ട് സമയത്ത്, കോളേജ് കഴിയുന്ന സമയത്ത് 5 മണിക്കൊക്കെ കോളേജിൻ്റെ ക്യാമ്പസുകളിലൂടെ കൊന്ത എത്തിച്ചുകൊണ്ട് ജെറിക്കോ പ്രാർത്ഥന ഞങ്ങൾ നടത്തുമായിരുന്നു. ഇത് മല പോലെ വരുന്ന പ്രശ്നങ്ങൾ മഞ്ഞുപോലെ ഉരുകിപ്പോകാനായിട്ട് കാരണമായിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഊന്നൽ കൊടുത്തുള്ള ഒരു ജീവിതശൈലി എനിക്ക് രൂപീകരിക്കാൻ കഴിഞ്ഞു. വളരെ ശാന്തതയുള്ള പ്രവർത്തന വർഷങ്ങളായിരുന്നു അതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ സമയത്ത് അച്ഛൻ വളരെ ശാന്തതയോടെ സമചിത്തതയോടുകൂടി കുട്ടികളെ നയിക്കുകയും അതുപോലെ അനേകം കുട്ടികളെ അധ്യാപകരെയും ഒക്കെ അച്ഛൻ നവീകരണ ധ്യാനങ്ങളിലേക്കൊക്കെ പറഞ്ഞയച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. ഒത്തിരി അധ്യാപകരെ, അനധ്യാപകരെ, വിദ്യാർത്ഥികളെ ഞാൻ ധ്യാനത്തിന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് ഒത്തിരി മാറ്റങ്ങൾ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്നോടൊരു സ്നേഹം ഉണ്ടാകാനത് കാരണമായി. പ്രതിസന്ധികളിലെല്ലാം ഈ പ്രാർത്ഥനാനുഭവമാണ് എനിക്ക് തുണയായത്. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. അതായത് ഒരു വിദ്യാർത്ഥി കോപ്പി അടിക്കാനിടയായി. കോപ്പി അടിച്ച് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ കോപ്പി അടിച്ച വിദ്യാർത്ഥി വളരെ സമർത്ഥനായ വിദ്യാർത്ഥിയാണ്. കോപ്പി അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചതാണ്. കോപ്പി അടിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അപ്പന് ഒരു ബാങ്ക് മാനേജറാണ്, അമ്മയും കൂടി വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ കുട്ടിയെ എങ്ങനെയും രക്ഷിക്കണം, അവന് വളരെ അസ്വസ്ഥനാണ്, അവൻ വളരെ ഡിപ്രസ്ഡാണ്, അവന് വല്ല കടുങ്കയും പ്രവർത്തിക്കുമെന്നാണ് ഞങ്ങൾക്ക് സംശയം. അതുകൊണ്ട് അച്ഛൻ അവനെ രക്ഷിക്കണം, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അവർ ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ പോയി ഒരു ധ്യാനം കൂടുക. 3 പേരും കൂടി ധ്യാനത്തിന് പോകാൻ പറഞ്ഞു. അവർ 3 പേരും കൂടി മുരിങ്ങൂർ പോയി ധ്യാനം കൂടിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ പിതാവ് എന്നോട് പറഞ്ഞു, ഞാനിപ്പോഴും ഓർക്കുകയാണ്, അച്ഛാ എൻ്റെ കുട്ടി കോപ്പി അടിച്ചത് നന്നായി എന്നെനിക്ക് തോന്നുകയാണ്. കാരണം അതുവഴി ഞാനും എൻ്റെ ഭാര്യയും മകനും അനുഭവപരമായിട്ട് ദൈവത്തെ കണ്ടെത്തി. ഇന്നും അവർ ആ അനുഭവത്തിലാണ് ജീവിക്കുന്നത്. ഈ കുട്ടി പിന്നീട് പഠിച്ചു, BDS പാസ്സായി, MDS പാസ്സായി, ഇപ്പോൾ ഒരു സ്ഥലത്ത് നല്ല നിലയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. അന്ന് കിട്ടിയ ആ ചൈതന്യം, ധ്യാനത്തിലൂടെ ലഭിച്ച ആ ചൈതന്യം ആ കുട്ടി മാതാപിതാക്കളും കുടുംബം മുഴുവനും നിലനിർത്തുന്നുണ്ടെന്നുള്ളതാണ് സത്യം. നല്ലൊരു ബന്ധം ഞാനും ആ കുട്ടിയുമായിട്ട് ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ്.
കുര്യൻമറ്റത്തിലച്ഛൻ്റെ ഒപ്പം 20 വർഷക്കാലത്തോളം എനിക്ക് ജോലി ചെയ്യാൻ ഇടയായിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ആയിരുന്ന കാലത്തെല്ലാം വിദ്യാർത്ഥികളോടാണ് ഏറ്റവും കൂടുതൽ പരിഗണന കാണിച്ചിരുന്നത്. അവരുടെ ഉന്നമനത്തിന് വേണ്ട പ്രവൃത്തികളെല്ലാം, സമഗ്രമായ വികസനത്തിന് വേണ്ട പ്രവൃത്തികളെല്ലാം അദ്ദേഹം ആസൂത്രണം ചെയ്യുകയും ദൈവാനുഗ്രഹം ഉണ്ടാകാനുള്ള എല്ലാ പ്രവൃത്തികളിലും ഏർപ്പെടുകയും ചെയ്തിരുന്നു. വളരെ സൗമ്യതയോടുകൂടിയും അതേസമയം നല്ല ഈശ്വരവിശ്വാസത്തോടു കൂടിയും എല്ലാ കാര്യങ്ങളും അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നു. വലിയ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കും. വിദ്യാർത്ഥികളോടും അധ്യാപകരോടുമെല്ലാം സൗമ്യമായി പെരുമാറും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും സഹപ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ തേടുകയും സമഗ്രമായ ഒരു പ്ലാനിങ്ങിലൂടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് ഇൻസ്ട്രുമെൻ്റലായി തീരുകയും ചെയ്ത അച്ഛൻ എന്നോട് വ്യക്തിപരമായി വലിയ അടുപ്പം സൂക്ഷിച്ചിരുന്ന ആളാണ്. ഇപ്പോഴും ഞങ്ങൾ വലിയ സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട്. റിട്ടയർ ചെയ്ത അധ്യാപകർ സാധാരണ കോളേജുകളിലേക്ക് തിരികെ വരാറില്ല. പക്ഷെ മറ്റത്തിലച്ഛൻ ഈ കോളേജിലേക്ക് ഈ കഴിഞ്ഞ ആഴ്ചയിലും എത്തിയിരുന്നു പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യാനായി. നല്ല സന്തോഷത്തോടു കൂടി കടന്നു വരാൻ അദ്ദേഹത്തിന് ഇവിടെ കഴിയും. കാരണം അദ്ദേഹം കടന്നുപോയത് വലിയ തൃപ്തിയോടുകൂടിയാണ് എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇക്കാരണങ്ങളാലെല്ലാം അച്ഛൻ്റെ ഒരു പ്രവൃത്തി വിദ്യാർത്ഥി സമൂഹത്തിന് പൊതുവിൽ വലിയ നേട്ടമായി ഭവിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. എല്ലാ പേരും ഇതിന് സാക്ഷികളുമാണ്. ഞാൻ മാത്രമല്ല, എത്രയോ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അതിന് സാക്ഷികളായി ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. അവർ വിവിധ തുറകളിൽ, ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ അവർ നേടിയിട്ടുള്ള നേട്ടങ്ങളും വിജയങ്ങളുമെല്ലാം അച്ഛൻ്റെ ഒരു പ്രവൃത്തിയുടെ ഫലമാണ് എന്നത് നമുക്ക് കൃത്യമായി അറിവുള്ളതാണ്. വളരെ നല്ല ഒരു ഉദാഹരണമാണ് അച്ഛൻ പറഞ്ഞത്. ഇനി അച്ഛൻ്റെ പ്രിൻസിപ്പൽഷിപ്പിന് ശേഷം അച്ഛൻ ജലന്ധറിൽ അധ്യാപകനായിട്ടും പ്രിൻസിപ്പലായിട്ടും സേവനം അനുഷ്ഠിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. ആ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? ജലന്ധർ രൂപതയുടെ കോളേജാണ് ട്രിനിറ്റി കോളേജ്. ആ കോളേജിൻ്റെ ആദ്യ പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ ഞാൻ അനുഭവസ്ഥൻ എന്നുള്ള നിലയിൽ എന്നെ വിളിച്ചതാണ്. ഞാനവിടെ 4 കൊല്ലം പ്രിൻസിപ്പലായിട്ട് ചുമതലയെടുത്തു, 2001 മുതൽ 2005 വരെ. അത് ഹൈന്ദവ വിദ്യാർത്ഥികൾ, സിഖുകാർ, ഇവരൊക്കെ ഉണ്ടായിരുന്നൊരു വിദ്യാർത്ഥി സമൂഹമായിരുന്നു. അധ്യാപകരും എല്ലാം തന്നെ അക്രൈസ്തവരാണ്. എങ്കിലും ഞാൻ കുറച്ച് കത്തോലിക്കരെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി GC യൂത്ത് പ്രസ്ഥാനം ആരംഭിച്ചു. അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകർക്ക്, അക്രൈസ്തവരായ അധ്യാപകർക്ക് കത്തോലിക്ക സഭ എന്താണ്, അതുപോലെ തന്നെ പൗരോഹിത്യം എന്താണ്, നമ്മുടെ ജീവിത ശൈലി എന്താണെന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് തന്നെ പൗരോഹിത്യത്തോടും സഭയോടും ഒരു മതിപ്പ് തോന്നാനായിട്ട് ആ കാലഘട്ടം കാരണമായി എന്ന് ഞാൻ ഓർക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ആൻസിയും ഭർത്താവും ഒക്കെ ഒരു JCSൻ്റെ അവാർഡ് വാങ്ങിക്കാൻ വന്നതൊക്കെ ഞാൻ ഓർക്കുകയാണ് ഇപ്പോൾ. അച്ഛന് അവിടെ നിന്നും ജോലി പൂർത്തിയാക്കി തിരികെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇടവകയുടെ വികാരിയായിട്ട് ചാർജ് എടുത്തിരുന്നല്ലോ. അത് ഏത് ഇടവകയാണ്? അവിടെ അച്ഛൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു? ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞ് മൂഴൂർ ഇടവകയിൽ വികാരിയായി. അതൊരു 8-9 മാസമേ ഉള്ളൂ. 8-9 മാസം ഇരുന്നുള്ളെങ്കിൽ തന്നെ ഞാൻ ഒരു 2 കൊല്ലം കൊണ്ട് ചെയ്യേണ്ട ആത്മീയ ശുശ്രൂഷകൾ അവിടെ ചെയ്തു എന്നൊരു സംതൃപ്തി എനിക്കുണ്ട്. അവിടെ മുതിർന്നവർക്ക് ധ്യാനം, യുവജനങ്ങൾക്ക് ധ്യാനം, കൊച്ചുകുട്ടികൾക്ക് ധ്യാനം, കുടുംബ കൂട്ടായ്മകൾ, ഇങ്ങനെ ഒത്തിരി ശുശ്രൂഷകൾ എനിക്കവിടെ ചെയ്യാൻ കഴിഞ്ഞു. അതൊരു വലിയ സംതൃപ്തി നൽകുന്ന ഒരവസരമാണ്. അവിടെ നിന്നാണ് ഞാൻ എവാഞ്ചലൈസേഷൻ, കരിസ്മാറ്റിക് ശുശ്രൂഷകളുടെ നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നത്. ഒരു അഭിഷിക്തൻ്റെ ജീവിതം, ദൈവവിളിയുടെ ചാലുകളിലൂടെ അദ്ദേഹം പിന്നിട്ട നാളുകൾ, അത് ഏതാനും എപ്പിസോഡുകളിലോ ഏതാനും വാക്കുകളിലോ ഒതുക്കാവുന്നതല്ല. അനേകം വിലയേറിയ കാര്യങ്ങൾ അച്ഛൻ നമ്മളോട് പങ്കുവച്ചു. ഇനിയും വളരെ വളരെ വിലപ്പെട്ട കാര്യങ്ങൾ അച്ഛന് നമ്മോട് പറയാനുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിനായി ഏറെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.